A+2 സ്വാഗതം. നമ്മുടെ നാട്ടിൽ വിവാഹമോചനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരും വിവാഹമോചനം കിട്ടാനായി കോടതിയിൽ ഇപ്പോൾ എത്തപ്പെട്ടവരും അല്ലെങ്കിൽ കുട്ടികളുടെ സംരക്ഷണ സംബന്ധിച്ച ഏതെങ്കിലും ഉത്തരവ് ലഭിച്ചവരും ഇല്ലെങ്കിൽ അതിനുവേണ്ടി അങ്ങനെ ഒരു ഉത്തരവിന് വേണ്ടി കോടതിയെ സമീപിച്ചവരും കുടുംബ കോടതി വരാന്തകളിൽ പല വിഷയങ്ങളുമായി എത്തപ്പെട്ടവരുമൊക്കെ കേട്ടിരിക്കേണ്ട ഒരു എപ്പിസോഡാണ് ഇത്. തീർച്ചയായും ഇങ്ങനെ വിവാഹമോചനം എന്ന ഒരു കാര്യത്തിനു വേണ്ടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നവർക്കെല്ലാം കണ്ണു തുറപ്പിക്കാൻ ഇടയാകുന്ന ഒരു സുപ്രീം കോടതി വിധിയാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുന്നത്. ഇവിടെ കഥാപാത്രം എന്ന് പറയുന്നത് 8 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഈ പെൺകുട്ടിയുടെ കസ്റ്റഡി എന്ന് പറയുന്നത് അമ്മയ്ക്കും അച്ഛനുമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ വീതിച്ചു കൊടുത്തിരുന്നു. അതായത് 15 ദിവസം അച്ഛനോടൊപ്പം, ബാക്കി 15 ദിവസം, ഒരു മാസത്തെ കാര്യമാണ്, അമ്മയോടൊപ്പം. ഇങ്ങനെയാണ് ആ കുട്ടി സഹവസിക്കേണ്ടത് ഇല്ലെങ്കിൽ താമസിക്കേണ്ടത് എന്നുള്ള നിഗമനത്തോടു കൂടിയാണ് ഹൈക്കോടതി ഇവർക്ക് അനുവാദം നൽകിയിരുന്നത്. പക്ഷേ ഇവിടെ ഈ അച്ഛനോടൊപ്പം താമസിക്കുന്ന 15 ദിവസത്തെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വിവരിച്ചുകൊണ്ട് കുട്ടിക്ക് വേണ്ടി വക്കീൽ സുപ്രീം കോടതിയിൽ എത്തി ഹൈക്കോടതിയുടെ വിധിയെ അസാധുവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് നടത്തിയത്. സുപ്രീം കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. ജസ്റ്റിസ് വിക്രം നാഥ്, സഞ്ജയ് കരോൾ, സന്ദീപ് മേത്ത തുടങ്ങിയ ജഡ്ജിമാരടങ്ങിയ ബെഞ്ചാണ് ഈ കുട്ടിക്ക് അനുകൂലമായ വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിഷയം ഇതാണ്: 15 ദിവസം ഈ സിംഗപ്പൂരിലാണ് യഥാർത്ഥത്തിൽ കുട്ടിയുടെ അച്ഛൻ. അയാൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊഫഷണലാണ്. അവിടെ ജോലിയുള്ള ഇയാൾ ഭാര്യയുമായി തെറ്റിപ്പിരിയുന്നു. എന്നിട്ട് കുട്ടിയുടെ സംരക്ഷണം ആർക്കാണ് എന്നുള്ളത് സംബന്ധിച്ചാണ് ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങിയത്. 15 ദിവസം കുട്ടി 8 വയസ്സുണ്ട്, തനിക്ക് കുട്ടിയുടെ മകളാണ്, കുട്ടിയുടെ സഹവാസം പിതാവെന്നുള്ള നിലയിൽ എനിക്കും ആവശ്യമുണ്ട് എന്ന് വാദിച്ചുകൊണ്ട് കുട്ടിയുടെ കസ്റ്റഡി 15 ദിവസത്തേക്ക്, ഒരു മാസത്തിൽ 15 ദിവസത്തേക്ക് അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് ഉത്തരവാവുകയും ചെയ്തു ഹൈക്കോടതി. ഇയാൾ തിരുവനന്തപുരത്ത് ഒരു വാടക വീടെടുത്തു. ആ വാടക വീട്ടിൽ മകളുമായി ഒരു മാസത്തിൽ 15 ദിവസം സിംഗപ്പൂരിൽ നിന്ന് വന്ന് താമസിക്കുകയും ചെയ്തു. പക്ഷേ ഈ 15 ദിവസം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് ദുസ്സഹമായിരുന്നു. കാരണങ്ങൾ ചിലതുണ്ട്. ഒന്നാമതായി, വീട്ടിൽ പാചകം ചെയ്യുന്ന ഭക്ഷണമൊന്നും ഈ കുട്ടിക്ക് കഴിക്കാൻ ഇല്ല. കാരണം പാചകം ചെയ്യാൻ അച്ഛൻ വച്ചിട്ടില്ല. രണ്ടാമതായി, ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണം മാത്രമാണ് വാങ്ങിക്കൊടുക്കുന്നത്. മൂന്നാമതായി, അച്ഛനോടല്ലാതെ ഈ 15 ദിവസം ഇടപഴകാൻ മറ്റു ഒരാളും തനിക്കില്ല. സുഹൃത്തുക്കളോ അയൽക്കാരോ ബന്ധുക്കളോ ഇല്ല. ഇതെല്ലാം കൊണ്ട് തന്നെ അച്ഛനോടൊപ്പമുള്ള ഈ 15 ദിവസം ദുസ്സഹമാണെന്നും ഇതിൽ നിന്നും മോചനം വേണമെന്നും അമ്മയോടൊപ്പം കഴിയാനാണ് ആഗ്രഹമെന്നും കാണിച്ചാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്, അഡ്വക്കേറ്റ് വഴി സമീപിക്കുന്നത്. സുപ്രീം കോടതി ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം കുട്ടി പറയുന്നത് ന്യായമാണെന്ന് തന്നെ സുപ്രീം കോടതിയും നിരീക്ഷിച്ചു. കാരണം 8 വയസ്സുള്ള കുട്ടിക്ക് ഹോട്ടൽ ഫുഡ് മാത്രം കഴിച്ചുകൊണ്ട് അതിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ കഴിയില്ല. പോഷക സമൃദ്ധിയുള്ള ആഹാരം തന്നെ കഴിക്കേണ്ട പ്രായമാണ്. ഹോട്ടൽ ഫുഡ് കഴിച്ച് ശരീരം വൃത്തികേടാക്കുന്നത് 8 വയസ്സുകാരിയെ അനുവദിക്കുന്നത് ഉചിതമല്ല. അതുകൊണ്ട് അച്ഛനെടുക്കുന്ന ഈ നിലവിലുള്ള നിലപാടുകളോട് യോജിപ്പില്ല എന്ന് കണ്ടാണ് സുപ്രീം കോടതി ഈ കുട്ടിക്ക് അനുകൂലമായ ഉത്തരവ് നൽകിയത്. കോടതി പറഞ്ഞത്, അച്ഛന് കുട്ടിയെ കാണാതിരിക്കേണ്ട കാര്യമില്ല, 15 ദിവസം കൂടെ താമസിപ്പിച്ച് പരിപാലിക്കണം എന്നുള്ള ഒരു ധാരണ മാറ്റുക. മറിച്ച് ഈ വീക്കെൻഡുകളിൽ കുട്ടിയെ കാണാം, ഇടവിട്ടുള്ള വീക്കെൻഡുകളിൽ പോയി കുട്ടിയെ കാണാം. ആഴ്ചയിൽ 2 പ്രാവശ്യം കുട്ടിയെ വീഡിയോ കോൾ വഴി കുട്ടിയുമായി ബന്ധപ്പെടുകയും ചെയ്യാം അച്ഛന്. അത്രയും മാത്രം മതി. മറിച്ച് കുട്ടിയെ സംരക്ഷിച്ചു കൂടെ നിർത്തി 15 ദിവസം പരിപാലിച്ചു കൊള്ളാം എന്നുള്ള ഹൈക്കോടതിൻ്റെ ഉത്തരവ് സുപ്രീം കോടതി നിരാകരിക്കുകയാണ് ചെയ്തത്. അതിനെ മോഡിഫൈ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പുതിയ ഉത്തരവ് അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിൽ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുമെന്ന് പറയാൻ
നമുക്ക് കഴിയില്ല. പക്ഷേ പരമോന്നത കോടതിയാണ് വിധി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അച്ഛന് ഇനി വേറെ വഴികളൊന്നുമില്ല. ഈ മകളെ 15 ദിവസം ഹോട്ടൽ ഭക്ഷണവും വാങ്ങിച്ചു കൊടുത്ത് മറ്റാരുമായി ബന്ധപ്പെടാതെ തൻ്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ തന്നെ അടച്ചിടാം എന്നുള്ള ധാരണയ്ക്ക് എന്തായാലും ബ്രേക്ക് വന്നിരിക്കുന്നു. ഈ വീഡിയോ കോൾ വഴിയോ ഈ 2 ആഴ്ച കൂടുമ്പോൾ നേരിട്ട് കാണാൻ കഴിയുന്നതിലൂടെയോ മാത്രം അദ്ദേഹത്തിന് പിതൃവാത്സല്യം മകളോട് കാണിച്ചാൽ മതി എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വിധി.